ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ജേണൽ കിറ്റിൻ്റെ ഷോർട്സ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എൻ്റെ മുടി ഞാൻ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഇപ്പോൾ ചൂടല്ലേ, അതുകൊണ്ട് ചൂടെടുത്തിട്ടാണ് ക്രോപ്പ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആ റീൽ കണ്ടവർക്ക് മനസ്സിലാകാം, ഞാനൊരു ഗ്രീൻ ജേണൽ കിറ്റാണ് ഓർഡർ ചെയ്തത്. നമുക്ക് നേരെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോയിലേക്ക് കിടക്കാം. ഈ കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാൻ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായതുകൊണ്ട് ഞാൻ അൺബോക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൊണ്ടൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാനിപ്പോൾ ഒന്നും കൂടെ അൺബോക്സിങ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ വാങ്ങിയ ജേണൽ കിറ്റിൻ്റെ ഒരു വിൻറ്റേജ് സ്കെയിൽ ജേണൽ കിറ്റാണ്. അതിൻ്റെ പേര് ക്യാൻ ലുക്ക് അറ്റ് വൈൽഡ് ഡോം എന്നാണ്. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാം, ഒരു ഗ്രീനിഷ് മോഡലായിട്ടുള്ള ഒരു വിൻറ്റേജ് സ്കെയിലാണ് ഞാൻ വാങ്ങിയത്. അപ്പം ഗൈസ്, നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള കവറാണ് വരുന്നത്. അതായത് കുറേ സംഭവങ്ങളില്ലേ, ഒന്ന് വീണ് പോകാണ്ടിരിക്കേണ്ടിട്ടാണ്. ഈ കവറിന് നോക്കി നമുക്ക് മനസ്സിലാക്കാം, നല്ല പ്ലാസ്റ്റിക് ആയിട്ടുള്ള കവർ തന്നെയാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമുക്കിത് ജസ്റ്റ് ആയിട്ടൊരു മോഡലായിട്ട് ജസ്റ്റ് കവറിൻ്റെ ഉള്ളിൽ വെച്ചതാണ് ഇത്. അപ്പം തന്നെ നമുക്ക് ഫസ്റ്റ് ഈ ബുക്ക് തന്നെ നോക്കാം. കണ്ടാ, ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, കണ്ടാ പല ടൈപ്പ് ഈ സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് ഇതിനുള്ളിൽ തന്നെ കിട്ടുന്നതാണ്. അതായത് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് ഇതിനുള്ളിൽ. അതിൻ്റെ അകത്തുള്ള സ്റ്റിക്കേഴ്സ് വെച്ചിട്ടാണ് ഇവർ ചട്ടയും ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞാൻ ജേണൽ കിറ്റ് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഗ്രീനിഷ് ആണ്. വിൻറ്റേജ് സ്റ്റൈൽ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ ബുക്കിന് ചട്ട നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാം, അല്ലാതെ ഈ ഫസ്റ്റ് ഫ്രണ്ട് പേജ് നോക്കി നമുക്ക് ഇത് മാത്രമായി ചട്ട എടുക്കുക കേട്ടോ. എനിക്ക് ഏതായാലും ഇത് തന്നെയാണ് ഇഷ്ടം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റിക്കേഴ്സിലൊക്കെ കടക്കാം. ഇത് കഴിഞ്ഞോടെ നമുക്കിവിടെ ശ്രദ്ധിക്കണ്ടേ, കഴിഞ്ഞോടെ നമുക്കിവിടെ കാണാം ഒരു എൻവലപ്പാണ്. ഒന്ന് മാത്രമല്ല, 2 എൻവലപ്പാണ്. ഞാൻ കുറച്ച് ആദ്യം പൊളിച്ചത് കൊണ്ട് ശ്രദ്ധിക്കണ്ട. ഓക്കെ, നമുക്കിവിടെ 2 എൻവലപ്സ് ആണ് കാണാൻ സാധിക്കുന്നത്. കണ്ടോ, എല്ലാം വിൻറ്റേജ് മോഡലാണ് ഇവിടെ വരുന്നത്. അതുപോലെ ഇത് ഒരു ഗ്രീൻ ആയിട്ടും ഇത് പല ഒരു കൊളാഷ് പോലെ ആയിട്ടുമാണ് ഇങ്ങനെ 2 എൻവലപ്പ് വരുന്നത്. അടുത്തതായി നമുക്ക് മെയിനായി കാണാൻ സാധിക്കുന്നത് ഈ കുറച്ച് നോട്ട്സ് ആണ്. നമുക്ക് 3 ടൈപ്പായിട്ടാണ് വരുന്നത്. അതായത് ഇത് മെമ്മോ കാർഡ്സ് ആണ്. അതിൻ്റെ ബാക്കിൽ ടു ഡു ലിസ്റ്റ് ഉണ്ട്, പിന്നെ റെക്കോർഡ്സ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോന്നെടുത്ത് കാണിക്കാം. ഫസ്റ്റ് നമുക്ക് മെമ്മോ കാർഡ്സ് നോക്കാം. മെമ്മോയിൽ നമുക്ക് കാണാൻ സാധിക്കും ഡേറ്റ്, അടിപൊളിയാണ്, ഫുള്ള് വിൻറ്റേജ് മോഡൽ തന്നെയാണ്. സ്റ്റിക്ക് ചെയ്യാൻ പശയൊന്നുമില്ല, നമുക്ക് പശ തേച്ച് ഒട്ടിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ടു ഡു ലിസ്റ്റും വരുന്നത്. ഇതുപോലെ ലിസ്റ്റ് പോലെ എനിക്കിത് വിൻറ്റേജ് മോഡൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നമുക്ക് ഓരോ ഐറ്റംസ് ചെയ്ത് ടിക്കറ്റും ചെയ്യാം. അതുപോലെ അടുത്ത് വരുന്ന റെക്കോർഡ്സ് ആണ്. ഈ കാർഡ്സ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഓരോന്നും വരുന്നത് 20 എണ്ണമാണ് എന്നാണ് എൻ്റെ കണക്കൂട്ടൽ. ഓക്കെ ഗൈസ്, ഇതാണ് റെക്കോർഡ്സ്, ഡേറ്റും ടൈപ്പും. എനിക്കങ്ങനെ മനസ്സിലായിട്ടില്ല, എനിക്ക് തോന്നുന്നു ഓരോ ബർത്ത്ഡേ റെക്കോർഡ്സ് അങ്ങനത്തെ ഓരോന്നാണ് തോന്നുന്നു, മെമ്മറീസൊക്കെ പോലെയാണ് തോന്നുന്നു. ഒക്കെ നമുക്കിതാണ് മാറ്റി വെച്ച് അടുത്തതിലേക്ക് പോകാം. ഇത് കഴിഞ്ഞാൽ നമുക്കിവിടെ മെയിനായിട്ട് കാണാനുള്ളൊരു സംഭവമാണ് ഈ ചെറിയ സ്റ്റിക്കേഴ്സ് അല്ല, ഒരു കാർഡ് പേപ്പേഴ്സ് പോലെയാണുള്ളത്. നമുക്ക് തുറന്നാൽ ഇവിടെ ഇതും 20 എണ്ണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതേ ഇങ്ങനെ പല ടൈപ്പായിട്ടുള്ളതാണ്. ഇത് സ്റ്റിക്കറായിട്ട് വരുന്നില്ല, നമുക്ക് പശ തേക്കേണ്ടി വരും. അങ്ങനെ പല ടൈപ്പ് വരുന്നുണ്ട് ഗൈസ്. ഞാനതിൽ 2 എണ്ണം ഞാൻ ഓൾറെഡി ഉപയോഗിച്ചു. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ മുന്നേ വാങ്ങിയതാണ്, നിങ്ങളെ കാണിക്കേണ്ടിയിട്ട് ഒന്നും കൂടെ അൺബോക്സിങ് വീഡിയോ ചെയ്തതാണ്. ഓക്കെ, നമുക്ക് ഈ സ്റ്റിക്കേഴ്സ് അടുത്ത് മാറ്റി വെച്ചിട്ട് അടുത്ത് നോക്കാം. ഞാൻ ഇതിന് മാത്രം കണ്ട ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ് ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സ്. നോക്കൂ, ഈ സ്റ്റാമ്പ്സ് ഒക്കെ പോലെയുള്ള ഡിഫറെൻറ്റ് സ്റ്റിക്കേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാം ഒരു ബ്ലൂംസ് ഗ്രീനിഷ് മോഡൽ, അതാണ് ഇവിടെ ഫുള്ളായിട്ട് വരുന്നത്. ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സ് 4 എണ്ണമാണ്. 1 2 3 അങ്ങനെ 3ആയി. ഈ ഒരു 4 അത് അടിയിലാണുള്ളത്. ഞാനിപ്പോൾ എടുത്തത്. ഓക്കെ ഗൈസ്, ഇതും കൂടെ ഇവിടെ 4 ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സായി. ഓക്കെ, ഈ സ്റ്റിക്കേഴ്സ് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ട്, സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്, ആനിമൽസ്, ഇങ്ങനത്തെ ഓരോന്നാണ് നമുക്ക് വരുന്നത്. ഓക്കെ, എല്ലാം നേച്ചറുമായി ബന്ധപ്പെട്ടാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സ് ട്രാൻസ്ലൂഷൻ പേപ്പറിലാണ് വരുന്നത്. അത് മറ്റേതുപോലെ തന്നെയുള്ള സ്റ്റിക്കേഴ്സ് തന്നെയാണ്. ഇതൊക്കെ കാണാൻ സാധിക്കും, ഞാൻ നേരത്തെ ഒട്ടിച്ചതിൻ്റെ ബാക്കിയാണ് ഇതൊക്കെ. ഓക്കെ, ഇതും നേരത്തെ പോലെ ഫ്ലവേഴ്സ്, അതുപോലെ എല്ലായിടത്തും ഫ്ലവേഴ്സാണ് കൂടുതൽ.
പിന്നെ ഇങ്ങനത്തെ റെക്കോർഡ്സ് കാർഡ്സ് എല്ലാം വരുന്നുണ്ട്. ഇതിൽ കാണാൻ സാധിക്കും ചിലതൊക്കെ സ്റ്റിക്കേഴ്സ് അല്ല, ഇതൊക്കെ സ്റ്റിക്കേഴ്സ് അല്ല, നമുക്ക് പറിക്കാൻ പറ്റില്ല, ഇവർ വെറുതെ കൊടുത്തതാണ് ഡിസൈൻ പോലെ. ഓക്കെ, അങ്ങനത്തതും 4 എണ്ണം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇന്നത് വരുന്നതാണ് ഈ ടേപ്പ്, സ്റ്റിക്കർ ടേപ്പാണ് ഗൈസ്. അതായത് സാധാ ടേപ്പ് പോലെ തന്നെ നമുക്ക് ഡെക്കറേറ്റിന് ഉപയോഗിക്കുന്നത്, ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത്, ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ പേര് വാഷി ടേപ്പ് എന്നാണ്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ടൈപ്പ് പേപ്പേഴ്സ് ഉണ്ട്, അത് നമുക്ക് അവസാനം നോക്കാം ഗൈസ്. ഓക്കെ, ഇനി ഇങ്ങനത്തെ സ്മോൾ പേപ്പേഴ്സാണ്, കുറച്ച് തിന്നായിട്ടുള്ള പേപ്പേഴ്സാണ് ഇങ്ങനത്തത്. ഒന്ന് നിങ്ങൾ ക്ഷമിക്കണം ഗൈസ്, അതായത് ഞാൻ ഇത് മുന്നേ ഉപയോഗിച്ചതുണ്ട്, ചിലതൊക്കെ ഞാൻ മുറിച്ചതിൻ്റെ പീസസ് ഒക്കെ ഉണ്ടാകും, നിങ്ങളും ക്ഷമിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഓരോ റെക്കോർഡ്സൊക്കെ എഴുതാൻ പറ്റുന്നത്, ഇത് നേച്ചർ തീമായി ബന്ധപ്പെട്ട ആനിമൽസും മറ്റൊക്കെ ഉള്ളത്. ഇതും എന്തോ കഥയൊക്കെ പോലെ ഉണ്ട്, റാബിറ്റ്സിൻ്റെ. ഓക്കെ, ഫുള്ള് നേച്ചറായി ബന്ധപ്പെട്ടാണ് വരുന്നത്, ഗ്രീനിഷ് തീമിൽ. അതുപോലെ ഇത് ഫുള്ള് നേച്ചറായി. ഇങ്ങനത്തെ എനിക്ക് 10 എണ്ണമാണ് വന്നിട്ടുള്ളത്. ഇതും മറ്റേ റെക്കോർഡ്സൊക്കെ പോലെയുള്ളതാണ്. അങ്ങനത്തെ 10 എണ്ണം എനിക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം അതേപോലെ തന്നെ കുറച്ച് തിക്കായിട്ടുള്ളതും വേറെ മോഡലായിട്ടുള്ള പേപ്പറാണ്. ഇത് കണ്ടാവും, ഇത് കുറച്ചും കൂടെ റഫായിട്ടുള്ള പേപ്പറാണ്, മറ്റേത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. ഇത് കുറച്ച് റഫാണ്. ഇതിനും എനിക്ക് 10 or 20 എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇതാ ഇതും 10 തന്നെയാണ് വരുന്നത് ഗൈസ്. ഇതും പല ടൈപ്പ് ഉണ്ട്, ബട്ടർഫ്ലൈസ്, ബ്ലൂംസ്, ആനിമൽസ് പലതായിട്ട് വരുന്നുണ്ട്. എനിക്കിതും വളരെയധികം ഇഷ്ടമാണ്. ഇനി മറ്റൊരു ടൈപ്പ് പേപ്പേഴ്സാണ് വരുന്നത്. ഈ പേപ്പറിൻ്റെ ഇങ്ങനത്തെ 5 പേപ്പറാണ് വരുന്നത്. ഇത് പ്രത്യേകം നിങ്ങൾ നോക്കൊരു വേറെ ടൈപ്പ് പേപ്പറാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഒരു ട്രാൻസ്ലൂഷൻ തന്നെ, ട്രാൻസ്പെറൻ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇത് നമുക്ക് ടിയർ ചെയ്ത് ഒട്ടിക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ കുറേ ഒട്ടിച്ചതിൻ്റെ പീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ടിയർ ചെയ്ത് നമുക്ക് പശതേച്ച് ഒട്ടിക്കാൻ പറ്റുന്ന പേപ്പേഴ്സാണ്. അങ്ങനത്തെ 5 എണ്ണം വേണ്ടി വരുന്നത്. ഇതൊക്കെ ഞാൻ ഓൾറെഡി മുറിച്ചു പോയി, അതുകൊണ്ട് ക്ഷമിക്കണം. ഇത് മറ്റൊന്ന് വരുന്നുണ്ട്, ഇനി ഒന്നും കൂടെ. അപ്പോൾ ഇങ്ങനെ 5 പേപ്പേഴ്സാണ് നമുക്കിവിടെ വരുന്നത്. ഇങ്ങനത്തെ പ്രത്യേക ടൈപ്പ് പേപ്പറാണ്. നമ്മൾ വെളിച്ചത്തിലേക്ക് വെക്കുമ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയത്തെ ലെയറായിട്ട് നമുക്ക് വരുന്നത് കുറച്ച് ഇങ്ങനത്തെ പേപ്പേഴ്സാണ്. അതായത് കുറച്ച് വലിയ പേപ്പേഴ്സാണ്. അതായത് ഇത്ര വലുപ്പം ഉണ്ടായിരുന്നൊക്കെ ഞാൻ മുറിച്ച പീസാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ ചെയ്ത പാർട്സ് ഞാൻ കാണിച്ചു തരാം ബുക്കിലെ. ഇതൊക്കെ നമുക്ക് കിട്ടിയ സ്റ്റിക്കേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ജസ്റ്റ് പേപ്പേഴ്സ്. ഇതിനകത്ത് നമുക്ക് പലതും വെട്ടി ഒട്ടിക്കുകയൊക്കെ ചെയ്യാം. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് നമ്മുടെ ചട്ടയുടെ പേപ്പറാണ്. ഈ പേപ്പർ പോലത്തെയാണ് നമ്മുടെ ഈ ബുക്കിൻ്റെ ചട്ട. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ കാണിച്ചു തരാം. ദേ, നിങ്ങൾ ഇതിനൊക്കെ സമയം തോന്നില്ലേ ഇതൊക്കെ അല്ലേ? ഓക്കെ, അങ്ങനത്തെ 5 പേപ്പേഴ്സാണ് വരുന്നത്. ഞാൻ 2 പേപ്പറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് നേച്ചർ തീം, ബ്ലൂംസായി ബന്ധപ്പെട്ട് വരുന്നത്. ഇത് കുറച്ച് ഒരു സ്റ്റോറി പോലെ എനിക്ക് തോന്നുന്നു, റാബിറ്റ്സിൻ്റെ ഒക്കെ ബന്ധപ്പെട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഈ ജേർണൽ കിറ്റിൽ വരുന്നത്. ഞാൻ അവസാനം എല്ലാം നിരത്തി വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ജേർണൽ കിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ അടിപൊളിയുള്ള സംഭവമാണ്. ഞാനിപ്പോൾ അടുത്താണ് ഇത് അറിഞ്ഞത്, എന്നാലും അടിപൊളിയുള്ള സംഭവമാണ്. അതായത് നമുക്ക് ബോറടിച്ചിരിക്കുമ്പോൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നതിന് പകരം ബുക്ക് എടുത്ത് കുറച്ച് ഒട്ടിക്കുകയും വരക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റിവിറ്റി പുറത്ത് വരുന്ന സ്ഥലമാണ് ഈ ജേർണൽ കിറ്റ്. അപ്പോൾ എല്ലാവരും വാങ്ങുന്നത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാത്തിലും അവൈലബിൾ ആണ് ജേർണൽ കിറ്റ്. ഞാൻ ഈ ഗ്രീനാണ് വാങ്ങിയത്, എനിക്ക് വിൻറ്റേജ് ഇഷ്ടമായതുകൊണ്ട്. വിൻറ്റേജ് ഗ്രീൻ മാത്രമല്ല, ഗ്രീൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, റെഡ് ഉണ്ട്. ഇതൊക്കെയാണ് വിൻറ്റേജ് വരുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട്, ഗേൾസിന് പറ്റിയ പിങ്ക് ഉണ്ട്, അതുപോലെ പെർപ്പിൾ, ഇങ്ങനെ പല കളേഴ്സിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് വാങ്ങുക. അതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഞാൻ ഇപ്പോൾ എവിടെയാണുള്ളതെന്ന്? ഞാനിപ്പോൾ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വീട്ടിലാണുള്ളത്, ഇവാനിൻ്റെ വീട്ടിലാണുള്ളത്. നിങ്ങൾക്ക് ഇവാനിയെ ചിലപ്പോൾ അറിയാൻ പറ്റിയിട്ടുണ്ടാകും. അതായത് നിയ ഒഫീഷ്യൽ എന്നുള്ള ചാനലിലുള്ള ആളാണ് ഇവാനിയ. എൻ്റെ സിസ്റ്ററാണ്, എൻ്റെ ചേച്ചിയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇപ്പോൾ എല്ലാവരും നിയ ഒഫീഷ്യൽ എന്ന ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം.
ആ നിയോ ഒഫീഷ്യൽ ചാനൽ, നിയോ ഒഫീഷ്യലിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ മറക്കാതെ നിയോ ഒഫീഷ്യൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ രസകരമായ പല വീഡിയോകളും നിയോ ഒഫീഷ്യൽ ചാനൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെയ്ത പോലത്തെ ഒരു ജേണൽ കിറ്റ്, പർപ്പിൾ കളറിലുള്ളൊരു മിൽക്കി വേ മൂൺലൈറ്റ് എന്നുള്ളൊരു ജേണൽ കിറ്റ് അവിടെ അൺബോക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് നിർബന്ധം നിങ്ങൾ കണ്ടുവരിക. ഓക്കെ, ടാറ്റാ.